ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു സർവീസ് പ്ലാസയിലാണ് നമ്മൾ കടന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് ഓഫ് എടുത്തു. എന്തായാലും അവിടെ 11 മണിക്ക് റിസീവിങ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ സമയം നമ്മളത്തെ പോയാൽ മതി. നമ്മളൊരു 6:45 സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നാലും ഒരു 6:50 ആയപ്പോഴാണ് നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7:15 ആവുന്നു ഇൻസ്പെക്ഷനൊക്കെ കഴിയാനായി. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിടുകയാണ്. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ലൗസിൽ കയറി ഒന്ന് എണ്ണ അടിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ 11 മണിയാവുമ്പോഴത്തെ വലിയ തിരക്കൊന്നും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് അപ്പുറത്ത് നമുക്ക് റിട്ടേൺ ലോഡ് സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാം ഓക്കെയാണ്. എല്ലാം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. ദൈവാനുഗ്രഹം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടിച്ചുമുട്ട് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മളൊരു 10:50 ആയപ്പോഴത്തെ എത്തിയായിരുന്നു. കുറച്ച് പേടിച്ചാണ് വന്നത്. ഇത് ടൗണിൻ്റെ അകത്തല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന കമ്പനി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ നീല കളറിൽ കാണുന്ന ഇവിടെയാണ് നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിവറി ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ച് ഈ മുമ്പിലത്തെ റോഡിലോട്ട് കയറിയിട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞമ്പം ഇവിടെയായിട്ടൊരു ഡോക്ക് വരുന്നുണ്ട്. ആ ഡോക്കിലാണ് നമ്മൾ ബാക്ക് ഇടേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അവിടെ ഫസ്റ്റായിട്ട് വന്ന ഒരു ഡ്രൈവർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്താണ് പോകേണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴിക്ക് പോയിട്ടാണ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി. ഈ വഴി 1 വേ ആണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വലിയ കുഴപ്പമില്ലാണ്ട് എത്തി. ഞാൻ പേടിച്ചാണ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് സിറ്റി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ മൊത്തം ഒരു സിറ്റീൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. ഈ പ്രൊവിഡൻസ് എന്ന് പറയുന്ന സിറ്റീൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാം ഓക്കെ ആയിരുന്നു. കറക്റ്റായിട്ട് തന്നെ വന്ന് കയറുകയും ചെയ്തു നമ്മൾ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അല്ല, ഒരു 25 മിനിറ്റ് അപ്പുറത്തേക്ക് പോയി നമ്മൾ അവിടുന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ പിക്കപ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നേരമായി. എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ നമുക്ക് കയറ്റിയിടാൻ സ്ഥലമുണ്ടെന്നാണ് ഡ്രൈവർ മറ്റേ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഗായ്സ്. അപ്പം നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു. ഏകദേശം 3 മണിക്കൂർ പിടിച്ചു. ആദ്യത്തെ വണ്ടിക്ക് തന്നെ ഏകദേശം 1.5 മണിക്കൂർ പിടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പിക്കപ്പ് 2 മണിക്കായിരുന്നു. അത് കമ്പനി വിളിച്ചിട്ട് അവർ മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അരമണിക്കൂർ ദൂരത്തിലാണുള്ളത്. എന്തായാലും പോയിട്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 2 മണിയായി. അപ്പം ഇതാണ് ആ കമ്പനി, നമ്മളിപ്പം ഡെലിവറി ചെയ്ത കമ്പനിയുടെ ഇത് വരുന്ന ലൊക്കേഷൻ, റിസീവിങ് ഏരിയ. അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാഗ് ഇടാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വണ്ടി തിരിഞ്ഞ് കിട്ടിയില്ല.
നമ്മൾ ബാക്ക് ഇടാൻ വേണ്ടി നോക്കിയതാണ്. അവിടെ നിന്ന് തിരിഞ്ഞിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിനു മുമ്പ് ഏതൊക്കെയോ ട്രക്കുകാർ വന്നിട്ട് ഇടിച്ച് തകർത്താണ് ആ കാണുന്നതൊക്കെ. ഇവിടെ ഒരു തൂണൊക്കെ ഇടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലമൊന്നുമില്ല. അതിപ്പോൾ എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് നീട്ടിയൊക്കെ പാർക്കിങ് മറ്റേ തിരിക്കാനുള്ള മാനുവർ ചെയ്യാനുള്ള ഒരു സ്ഥലം ആക്കി വെച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോഡ് നമ്മുടെ ഒരു അരമണിക്കൂർ ഇപ്പുറത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ലോഡ് പിക്ക് ചെയ്തു. അപ്പം നമ്മളെടുത്ത ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർ വേസ്റ്റ് ആയിരുന്നു. പിന്നെ സ്ക്രാപ്പായിട്ടുള്ള പേപ്പർ വേസ്റ്റ് റീസൈക്ലിങ്ങിന് പോകുന്ന ലോഡായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി. അവർ 4 മണിക്ക് അടയ്ക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ചെന്നപ്പോൾ തന്നെ 2:45. പിന്നെ അവർക്ക് ലോഡ് ചെയ്യാനും സമയം വേണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ സ്കെയിലിൽ കൊണ്ടുപോയി കയറ്റി. സ്കെയിലിൽ നിന്ന് നേരെ അവരകത്ത് ഡോക്കി കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്കി കൊണ്ടുപോയി ഇട്ടു. ഡോക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളൊരു 4:30 ഒരു 3:30 ആയപ്പോഴത്തേനും അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യിക്കുകയാണ്. അപ്പം നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഏതൊക്കെ ആക്സിലിൽ എത്ര വെയിറ്റാണെന്ന് കിട്ടിയല്ല. അപ്പോൾ നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അകത്ത് ആകെ ടോട്ടൽ വെയിറ്റേ ഉള്ളൂ. ടോട്ടൽ വെയിറ്റ് ഓക്കെയാണ്. നമുക്ക് US എടുക്കാൻ പറ്റിയ മാക്സിമം അലൗഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 44 അപ്പോൾ 44-60 ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പം ഓവറോൾ വെയിറ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എന്നാലും ഈ ആക്ച്വൽ വെയിറ്റ് ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. പിന്നെ ഞാൻ വേറെ വഴിയില്ല. നമ്മൾ അടുത്തൊക്കെ ഞാൻ അവിടെയുള്ള ഒരു ഡ്രൈവറിനോട് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടുന്ന് 1 മണിക്കൂർ റേഡിയസിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ക്യാറ്റ് സ്കെയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ വഴിയില്ല. കമ്പനി ഇൻഫോം ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ 1 കിലോമീറ്റർ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു ഹൈവേയും കൂടെ വരുന്നുണ്ട്. ആ ഹൈവേയിലോട്ട് നമ്മൾ കയറി ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പം ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പൈലറ്റ് കയറി വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ആക്സിലിൽ ഒരു 250 പൗണ്ട് കൂടുതൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു അലമ്പ് പിടിച്ച ഒരു പൈലറ്റാണത്. അവിടെ ഇവിടെ എല്ലാ വണ്ടികളും ചുമ്മാ ചറവറാന്ന് പറഞ്ഞ് നിർത്തിയിട്ടിരിക്കുക. എന്നിട്ട് പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പിന്നെ ഞാൻ നേരെ കറക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ആ സ്കെയിലിൻ്റെ മുമ്പിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തു. ടാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 2 കള്ളി ടാൻഡ് എടുത്ത് ഇങ്ങോട്ടിട്ട് നമ്മൾ മാക്സിമം ടാൻഡ് എത്ര മൂവ് ആവുന്നോ അത്രയും ആക്കി. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 34,000 വേണ്ട ഡ്രൈവ് ആക്സിലിൽ ഇപ്പം 33,960 ഉള്ളത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം വേറെ വഴിയില്ല. പിന്നെ അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ വല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ
കയറി പോയെങ്കിലേ ഉള്ളൂ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് വലിയ വെയിറ്റ് സ്റ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നേ ഉള്ളൂ. ഇൻ കേസ് എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ടിക്കറ്റ് കാണിക്കാൻ നമ്മുടെ അടുത്ത് പ്രൂഫുണ്ട്. നമ്മൾ ഓക്കെ ആക്കിയതാന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി ഒരു പ്രൂഫ് വേണം. അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് എടുത്തു വെച്ചത്. അപ്പോൾ അതെടുത്തു, അതെല്ലാം സെറ്റാക്കി. അപ്പം നമ്മൾ ഇത് പോകുന്ന വീറ്റ്ലി ഒണ്ടാരിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൊറൻറ്റോയുടെ ഒരു സൈഡാണ് വരുന്നത്. സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ടുവാർഡ്സ് മോൺട്രിയൽ സൈഡിലോട്ട് നമ്മുടെ ടൊറൻറ്റോയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പം ഇവിടെ അപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ നമുക്ക് നാളെ ഉച്ചയ്ക്ക് 2:15 അപ്പം ഞാൻ അവരുടെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ അവർ പറയുന്നത് 2:15 മീൻസ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിന് അരമണിക്കൂർ മുമ്പ് വന്നെങ്കിൽ അവർ ചെക്ക് ഇൻ ചെയ്യുള്ളൂ. അതേപോലെ അപ്പോയിൻമെൻറ്റിന് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചു വിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ. അപ്പോൾ പിന്നെ നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത് ലെയിൻസ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡർ ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലെയിൻസ് ഡൗൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ കിങ്സ്റ്റൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഈ 1000 ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് ഈ ബ്രിഡ്ജ് മീൻസ് ഈ ബോർഡർ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ തുടങ്ങിയ പിന്നെ ഒരു പ്രാവശ്യം ആ ബോർഡറിൽ കൂടെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ കാനഡയ്ക്ക് നമ്മൾ മോൺട്രിയലിലോട്ട് ഒരു ട്രിപ്പ് കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് വലിയൊരു ഓർമ്മ വരുന്നില്ല. എനിക്ക് ചെറുതായിട്ട് എന്തോ ഒരു ഓർമ്മ വരുന്നുണ്ട്, എനിക്ക് വലിയ ഉറപ്പില്ല. അപ്പം ആ ബോർഡറാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനിന്ന് കടക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ബോർഡറിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് 81 ഹൈവേ തന്നെ പുതിയതായിട്ടൊരു ലൗസ് തുടങ്ങിയിട്ട് റീസെൻ്റ്ലി തുടങ്ങിയതാണ്, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പം അവിടെ പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കുളിക്കുകയോ കുറുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 35 ഗാലനും കൂടെ നമ്മൾ ഫില്ലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാസം 1000 ഗാലൻ പൂർത്തിയാവുള്ളൂ. അങ്ങനെ 1000 ഗാലൻ പൂർത്തിയായാൽ മാത്രമേ നമുക്ക് അടുത്ത മാസത്തേന് അൺലിമിറ്റഡ് കുളിയും അൺലിമിറ്റഡായിട്ട് നമുക്ക് കോഫി റീഫില്ലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ഇപ്പോൾ 31 വരുന്നത്, ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നാളെ നമുക്ക് ഇരുന്നിട്ട് ഒരു 35 ഗാലൻ എണ്ണ അടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ടൊറൻറ്റോയ്ക്ക് പോകാൻ. അപ്പം 2:15 അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവർ അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനിയിപ്പോൾ തിരിച്ച് വിൻസറിലോട്ടൊക്കെ ലോഡ് വല്ലതും കിട്ടി, അല്ലെങ്കിൽ ഇനിയിപ്പം മിൽട്ടൺ യാർഡിൽ നിന്ന് വല്ലതും നമ്മൾ ലോഡെടുത്ത് തിരിച്ച് വിൻസറിൽ ചെല്ലുമ്പോഴത്തേനും അവരെ അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് ട്രിപ്പാണ് തരുന്നതെന്ന്. അതല്ലെങ്കിലും നമ്മൾ ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 4 മണി 3:30-4 മണിക്ക് അടുത്താവും. ആ സമയത്താണെങ്കിൽ ടൊറൻറ്റോയിലില്ലാത്ത തിരക്കും കാണിയല്ല. പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് സമയം ഉണ്ടാവും, പയ്യെ ഇങ്ങ് പോരാ. അവരത് കഴിഞ്ഞിട്ട് ട്രിപ്പ് ഏതാ തരുന്നതെന്നുള്ളതാണ് നമുക്കത് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ് ആ ലൗസ് ലക്ഷ്യമാക്കിയിട്ട്. നോക്കട്ടെ, ഞാനിങ്ങനെ നമ്മുടെ ട്രക്കേഴ്സ് പാത്ത് ആപ്പിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ കേസ് അത് വല്ല ഫുൾ ആവുകയാണെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടുപ്പിച്ചിടാൻ സ്ഥലം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഏരിയ ഉള്ള സ്ഥലമാണ് പാർക്കിങ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ആ ഒരു 2 സ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കയറി, പിന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 90 ഹൈവേയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു 218 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമ്മൾ 481 കയറും. പിന്നെ 451 പിന്നെ 81 ഹൈവേ, പിന്നെ ആ 81 ഹൈവേ ആണ് പിന്നെ നേരെ നമ്മൾ ബോർഡറിലോട്ട് പോകുന്നത്. അപ്പം ആ ബോർഡറിൻ്റെ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ലൗസ് വരുന്നത്. 2 ദിവസമായി കുളിച്ചിട്ട്. ഈ 2 ദിവസമായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഈ റെസ്റ്റ് ഏരിയയിലും അല്ലെങ്കിൽ ഈ സർവീസ് പ്ലാസയിലൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല.
പിന്നെ ഈ 2 ദിവസമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളും ആയതുകൊണ്ട് നമുക്ക് അതിന് ഇടയ്ക്ക് നിർത്തിയിട്ട് കുളിക്കാനും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അവിടെ തന്നെ നിർത്തിയിട്ട് വേണം നാളെ രാവിലെ മര്യാദയ്ക്ക് എണീറ്റ് കുളിച്ചിട്ടൊന്നും പോകാൻ. എന്തായാലും നമുക്ക് സമയമുണ്ട്, നേരത്തെ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം സമയമുണ്ട്. 10 മണിക്കൂറല്ല അതിൽ കൂടുതൽ ഓഫ് എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സൺസെറ്റൊക്കെ ആയി വരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ക്രോസ് ചെയ്യുന്ന ബോർഡറിൽ നിന്ന് കുറച്ച് മുമ്പേ ഉള്ള ഒരു ലൗസിലെത്തി. ഇത് അത്യാവശ്യം നല്ല പുതിയ ലൗസാണ്. ഇവിടെ മെഗ്ഡി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അങ്ങ് പുറകിലത്തെ റോയിൽ ഒരു 3-4 സ്പേസ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് 2 ട്രക്കുകളുടെ ഇടയ്ക്ക് അങ്ങ് കയറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം 11 മണിയായപ്പോഴാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവും. ഇവിടുന്ന് 3 മണിക്കൂറാണ് പറയുന്നത് ബോർഡർ വരെ, നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10 മണിക്ക് വിട്ടാലും 11, 12, 1, 2 മണിയാകുമ്പോൾ തന്നെ എത്തേണ്ടതാണ്. അതായത് ഞാനൊരു 9 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൗസിലായതുകൊണ്ട് നമ്മൾ ഒന്ന് പോയി കുളിക്കുകയും ചെയ്യണം നാളെ രാവിലെ. എന്നിട്ട് ഇവിടെ ആകുമ്പോൾ മെഗ്ഡി ഉണ്ട്. അപ്പോൾ മെഗ്ഡിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനും കൂടെ മേടിക്കാം. അപ്പം ഇതാണ് നമ്മൾ കിടക്കുന്ന ലൗസ്. ഇപ്പം നമ്മളെ ഏറ്റവും പുറകത്തെ റോയിലാണ്. ഇപ്പം നിങ്ങൾക്ക് അവിടെ ആ ലൗസിൻ്റെ സിമ്പിളിൻ്റെ മുകളിൽ മെഗ്ഡീൻ്റെ M എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ട് ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഇടുന്നുണ്ട് ബാക്കിൽ. പിന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ മുമ്പിലത്തെ റോയൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. നമ്മുടെ അപ്പുറത്തും വണ്ടിയുണ്ട്, ഇപ്പുറത്തും വണ്ടിയുണ്ട്. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം നമുക്ക് സമയമില്ല. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമൊക്കെ എടുത്ത പോലെ എക്സ്ട്രാ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നുമില്ല. കറക്റ്റ് 10 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പയ്യെ വണ്ടി ഇവിടുന്ന് എടുത്ത് അനക്കി കൊണ്ടുപോയി അവിടെ ഫ്യൂവൽ ഐലൻഡിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എണ്ണ അടിക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കണം. അധികം ഇനി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ നേരമില്ല. അപ്പം നമ്മൾ ഇന്ന് പ്രതീക്ഷ പോലെ ഞാൻ കുറേ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഇരുന്നത് നമ്മൾ. കാരണം ആദ്യമായിട്ട് പോകുന്ന ലൊക്കേഷനായിരുന്നു, പിന്നെ അതും ആ ടൗണിൻ്റെ നടുക്കായിരുന്നു. അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ചെന്ന സമയം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, വലിയ തിരക്കും കിട്ടിയില്ല, വലിയ പ്രശ്നമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അൺലോഡിങ് കഴിഞ്ഞപാടെ തന്നെ നമുക്ക് റിട്ടേൺ ലോഡും അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടി. ആ ലോഡും പിക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരാനും പറ്റി. എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു. ആദ്യത്തെ ഡെലിവറി ലൊക്കേഷൻ എത്തിയപ്പോൾ ഉള്ള ആ ഒരു കുറച്ച് ബാക്കിടാൻ കുറച്ച് കഷ്ടപ്പെട്ടതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷ പോലെ അത്ര വലിയ ടെൻഷനൊന്നും നടന്നില്ല. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇതുകൊണ്ടായി ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യുന്നതാണ് ഇനിയിപ്പം പ്രശ്നം. അവിടെ എല്ലാവരും റിവ്യൂസിൻ്റെ അതൊക്കെ പറയുന്നത് അധികം സമയം എടുക്കുമെന്നാണ് പറയുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2:15 അപ്പോയിൻമെൻറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞാലും മിക്കവാറും ഒരു 2-3 മണിക്കൂർ അവിടെ പോകും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീക്കും തീരാനായി. ഇന്ന് 3ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ 4, മറ്റന്നാൾ 5. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചില്ല. ആ ഡെലിവറീൻ്റെ ടെൻഷനും പിന്നെ പിക്കപ്പിന് ലേറ്റായ ടെൻഷനും അതും ഇതൊക്കെ ആയിട്ട് കുറേ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്, പിന്നെ പ്രശ്നങ്ങളല്ല കുറച്ച് ടെൻഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികമല്ല ഫുഡൊന്നും കഴിച്ചില്ല. ആകെ ഒരു പഴം കണ്ടാണ് രാവിലെ തൊട്ട് ഇപ്പോൾ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി കുറച്ച് ലാവിഷായേക്കാമെന്ന് വിചാരിച്ചു.
അപ്പം നമ്മൾ രാത്രി സാധാരണ ഒന്നും കഴിക്കാത്തതാണ്, വല്ല ഷെയ്ക്ക് വല്ലതാണ് കുടിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മട്ടേരി ചോറും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം മട്ടേരി ചോറും നമ്മൾ കഴിക്കുന്നത് മട്ടേരി ചോറും മറ്റേ കടച്ചക്കത്തോരൻ, ചിക്കൻ റോസ്റ്റ്, പിന്നെ ഇത് നമ്മുടെ ഈ പ്രാവശ്യം ഞങ്ങൾ മലയാളി കടയിൽ പോയത് നമ്മുടെ കേരള ഗ്രോസറി പോയപ്പം അവിടെ കണ്ടതാണ് എണ്ണ മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് എണ്ണ വെച്ചിട്ട് എങ്ങാണ്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻകറി, അയലക്കറി. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്ന് രാത്രിക്കത്തെ ഡിന്നർ. ഇത് കഴിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം നമുക്ക് നാളെ കാണാം.